നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ എടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും ഇത്ര ഇടുക. ഞാൻ കൂടുതലും കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്. കുറച്ച് മാത്രമേ എരിവിനെ ഞാൻ നോർമലായിട്ടുള്ള ചില്ലി പൗഡർ ഇട്ടുള്ളൂ. കാരണം എരിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടാണ്. പിന്നീട് നമുക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ കൺട്രോൾ കൊടുക്കുന്നത്. ഇത്ര ഇട്ട് വെള്ളം തളിക്കാതെയോ വെള്ളം തളിച്ചോ, എനിക്ക് വെള്ളം തളിച്ചിട്ട് അത് പുരട്ടി വയ്ക്കുന്നതാണ് തൃപ്തി. അങ്ങനെ ഞാനത് മിക്സ് ചെയ്ത് മാറ്റി. ചട്ടി പഴകാൻ വേണ്ടിയിട്ടാണ്, പുതിയതായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചത്. അതിനുശേഷം അതിനെടുത്ത് എണ്ണ ഒഴിച്ച് സവാളയും കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് വശക്കാം. ഓരോന്നും ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്താലും മിക്സ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് സവാള വഴണ്ട് കിട്ടണം. സവാള വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതെല്ലാവർക്കും പ്രോസസ്സായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് അതിനെ വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് മിക്സായ ഈ ഒരു പേസ്റ്റിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഉടച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ നമുക്കത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലതായിട്ട് മിക്സ് ആയതിന് ശേഷം അവിടെയും നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. അവിടെയാണ് നമ്മൾ ഗരം മസാലയും കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലിയും പിന്നെ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് കളർഫുള്ളായിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ ആ ചുവന്ന കളർ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. നല്ലതായിട്ട് ആ പച്ചമണം മസാലയുടേത് മാറിയതിന് ശേഷം ഈ ചിക്കൻ എല്ലാം പുരട്ടി വെച്ചതിനെ എടുത്ത് തട്ടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പക്ഷേ ചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. പുതിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ ആ ചട്ടി വെള്ളം കുടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ആ ചിക്കനിലെ വെള്ളം തന്നെ അങ്ങ് ഇളകി വരണം. കണ്ടോ, എനിക്ക് ആ ചട്ടിയിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചട്ടി എന്നെ